ഇന്ന് നമുക്ക് കൃഷ്ണഭക്തിയായിട്ടുള്ള ഒരു അമ്മയുടെയും മകൻ്റെയും കഥ കേൾക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ മാധവൻ എന്ന് പറഞ്ഞ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ അമ്മ വളരെ കൃഷ്ണഭക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവന് മാധവൻ എന്ന് പേരിട്ടത്. ചെറുപ്പം മുതലേ അവനും കൃഷ്ണഭക്തനായിരുന്നു. അമ്മയെക്കാളും ഒരുപടി മുന്നിലായിരുന്നു മാധവൻ്റെ ഭക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അവൻ്റെ അമ്മയ്ക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് വിറ്റിട്ടും അതിൽ നിന്ന് കിട്ടുന്ന വെണ്ണ ഉണ്ടാക്കി വിറ്റിട്ടുമാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ മായൊന്നും ചേർക്കാണ്ട് ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്ന വെണ്ണയായതുകൊണ്ട് തൊട്ടടുത്ത് ഒരു ജന്മിയുടെ വീട്ടിലേക്കാണ് ആ വെണ്ണ സ്ഥിരമായിട്ട് കൊടുത്തിരുന്നത്. എല്ലാ ദിവസവും മുടങ്ങാണ്ട് വെണ്ണ എത്തിക്കണമെന്ന് മാത്രമേ ആ ജന്മിക്ക് നിബന്ധന ഉണ്ടായിരുന്നുള്ളൂ. അമ്മ തന്നെയാണ് എന്നും രാവിലെ അത് എത്തിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ അമ്മ വെണ്ണയൊക്കെ ഒരു പാത്രത്തിൽ നിറച്ച് വെച്ച് അതുമായിട്ട് ജന്മിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് കാല് തട്ടി വീണ് അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ടേ. അപ്പോൾ അമ്മ വേഗം ഉറങ്ങിക്കിടക്കണ മാധവനെ വിളിച്ച് ഈ വെണ്ണയൊന്ന് ജന്മിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാധവൻ എണീറ്റ് പാത്രം എടുത്തിട്ട് ജന്മിയുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. പോണ വഴിയിൽ ഒരു ചെറിയ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ നിർമ്മാല്യം ചാർത്തിയ കൃഷ്ണവിഗ്രഹം കണ്ടിട്ട് അവൻ നടത്തം നിർത്തി ഭക്തിയോടെ പ്രാർത്ഥിച്ചു. അപ്പം മാധവൻ ആലോചിക്കുകയാണ്, എൻ്റെ കൃഷ്ണനാണെങ്കിലോ വെണ്ണ നല്ല ഇഷ്ടമാണ്, ഈ വെണ്ണ കൃഷ്ണന് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പതുക്കെ മുന്നോട്ട് വന്ന് പാത്രം വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃഷ്ണ, അമ്മ പറഞ്ഞത് ഇത് ജന്മിയുടെ വീട്ടിൽ കൊടുക്കാനാണ്, പക്ഷേ നിനക്കാണല്ലോ വെണ്ണ ഏറ്റവും ഇഷ്ടം, ഇത് നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നേദിക്കുകയാണ്. കുറച്ച് നേരം അവനങ്ങനെ കാത്തിരുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വീണ്ടും ഭഗവാനെ വിളിച്ച് പറയാണ്, കൃഷ്ണ, നീ എന്താ കഴിക്കാത്തത്? ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അമ്മ ഇത് ശുദ്ധമില്ലാണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ, അമ്മ നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ ഉണ്ടാക്കിയതാണ്, കഴിക്കൂ കണ്ണാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ പിന്നെയും വിളിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും മാധവൻ ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി മാധവൻ. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ചെറിയൊരു കാറ്റ് വീശി. ഇങ്ങനെ അവൻ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ ശ്രീകോവിലിനുള്ള വിഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ തോന്നി. അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അവൻ പരിഭ്രാന്തനായി. പെട്ടെന്നൊക്കെ എന്തൊക്കെയോ സംഭവിക്കണ പോലെ തോന്നി. ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം പഴയ പോലെ. വിഗ്രഹം അവിടെയുണ്ട്, കളഭച്ചാർത്തിൽ നിറഞ്ഞിട്ട് മനോഹരമായി അവിടെ തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് അവൻ പാത്രത്തേക്ക് നോക്കിയപ്പോൾ അതിലെ വെണ്ണ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ അവന് സന്തോഷമായി. താൻ നൽകിയ വെണ്ണ ഭഗവാൻ കഴിച്ചിരിക്കുന്നു. മാധവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി അമ്മയോട് കാര്യം പറഞ്ഞു. കാലിയായ പാത്രം കണ്ട് അമ്മ ദേഷ്യപ്പെട്ടു. ആ വഴിക്ക് വെണ്ണ കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ കള്ളം പറയുകയാണോ, ഞാൻ ഈ ജന്മിയോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനെ പൊതിരെ തല്ലി. ജന്മിയോട് എന്ത് പറയുന്ന ആലോചിച്ചുകൊണ്ട് കാലിയായ പാത്രം എടുക്കാൻ ചേർന്ന അമ്മ പിന്നെയും ഞെട്ടി. അതിൽ പാത്രം പിന്നെ വെണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അമ്മ അതിശയത്തോടെ ആരോടുന്നില്ലാണ്ട് പറയുകയാണ്, ഭഗവാനെ ഇതെങ്ങനെ സംഭവിച്ചത്? മാധവൻ പറയുകയാണ്, അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ വെണ്ണ കൃഷ്ണനാണ് കഴിച്ചതെന്ന്. അമ്മ അങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് വെണ്ണയുമായിട്ട് ജന്മിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ആ കഥ എല്ലാവരും അറിഞ്ഞിരുന്നു. അങ്ങനെ കഥ അറിഞ്ഞ ജന്മി അവനും അമ്മയ്ക്കും മനോഹരമായിട്ടുള്ളൊരു വീട് വെച്ചു കൊടുത്തു. ഒപ്പം കുറേ പശുക്കളെയും വാങ്ങി നൽകി. അവരുടെ കയ്യിൽ നിന്നും വെണ്ണ വാങ്ങാനായിട്ട് വളരെ ദൂരത്തുനിന്ന് പോലും ആളുകൾ എത്തിത്തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതം അതോടെ നല്ല നിലയിലായി. ഭഗവാൻ അങ്ങനെയാണ്, സത്യമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഭക്തൻ്റെ ചെറിയൊരു സമർപ്പണവും മഹത്തായതായിട്ട് സ്വീകരിക്കും, മനസ്സറിഞ്ഞ് പ്രസാദിക്കുകയും ചെയ്യും.